ഇഷ്ടപ്പെട്ടത് നാളെ ആറ്റുകൾ പൊങ്കാലയാണ്. അപ്പൊ നാളെ പൊങ്കാല ഒരുപാട് ഇഷ്ടമായി. ഞാൻ കുക്ക് ചെയ്തോണ്ടിരിക്കുന്നു. വീട്ടില് ഗസ്റ്റ് ഉണ്ട്. ഞാൻ ഇത് അതപ്പോ എങ്ങനെ ചെയ്യണ്ടേ? എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. എങ്ങനെയുണ്ടോ പിക്ക്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോ ഒരു വ്ലോഗാണ് കേട്ടോ. ഇന്നത്തെ വ്ലോഗ് ഞാനൊരു സ്ഥലം വരെ പോവാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ കാത്തിരിപ്പാട്ടോ. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോവാണ്. പൊങ്കാലയ്ക്ക് പോകാനുള്ള എല്ലാ സംഭവങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. പൊങ്കാല ഡ്രസ്സ്, സാരി. ഞാൻ പൊങ്കാലയ്ക്ക് സാരിയെ കൊടുത്ത് എല്ലാം സെറ്റപ്പ് ആയിട്ട് വരും. പൊങ്കാലയ്ക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി. അപ്പോൾ പൊങ്കാലയ്ക്ക് പോകുമ്പോൾ ഞാൻ ഒരാളെ കൂടി കാണുന്നുണ്ട്. അനുമോളെ കാണുന്നുണ്ട്. അപ്പോൾ നേരിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അനുമോൾക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങി. ഇത് ഞാൻ കൊടുക്കുന്നത് അനുമോൾക്ക് എൻ്റെ വക മാത്രമായിട്ടല്ല കേട്ടോ, നമ്മുടെ എല്ലാ വ്യൂവേഴ്സിൻ്റെയും വകയായിട്ടാണ്. അനുമോൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഗിഫ്റ്റ് അനുമോൾക്ക് കൊടുക്കാൻ പോകുന്നത്. കവറൊക്കെ കയറി. ആ ഗിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ഞാൻ കാണിച്ചു തരാവേ. ഇതുകൊണ്ടോ അടുത്തുണ്ടോ? എങ്ങനെയുണ്ട്? ബാക്കോട്ട് പോ. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? അടിപൊളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പിക്കാണിത്. എന്തായാലും അനുമോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അല്ലേ? നല്ല രസമല്ലേ? എന്ത് രസമൊക്കെ കാണാനായിട്ട്. നല്ല ഭംഗി ഉണ്ണിക്കണ്ണൻ്റെ കൂടെ ഇരിക്കുന്നു. പിന്നെ കുറച്ച് ഗിഫ്റ്റുകളും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് എൻ്റെ സ്പെഷ്യൽ ഗിഫ്റ്റാണ്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് ഒരു പക്ഷേ അനു കാണിക്കണമെങ്കിൽ കാണിക്കട്ടെ. ഞാനായിട്ടത് പറയുന്നില്ല, അവിടെ ഇരിക്കട്ടെ. അപ്പം ഇത് നമ്മുടെ എല്ലാവരുടെയും വക അനുവിന് കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റാണ്. എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എങ്ങനെയുണ്ടോ പിക്ക് എന്നുള്ളത്. ഞാനിത് ചെയ്യിപ്പിക്കാൻ കൊടുത്തപ്പോൾ അവിടെ അകത്ത് ആ ഇത്തക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഇത്ത നോമ്പ് നോക്കിയാൽ പോകുന്ന മുമ്പേ കൂടെ കൊടുത്തപ്പോൾ ആ ഇത്തയും പറഞ്ഞു നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം അപ്പോൾ ഓൾമോസ്റ്റ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ ഹെയർ ഫുണ്ടമെൻറ്റുകളും കൂടി ഉണ്ട് എടുത്ത് വെക്കാനായിട്ട്. ഇതും കൂടി കഴിഞ്ഞാൽ പാക്കിങ് കഴിഞ്ഞു. പൊങ്കാലയ്ക്ക് പോകണം. ഭയങ്കര ത്രില്ലാട്ടോ. ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. കഴിഞ്ഞ വർഷം പൊങ്കാല ഇട്ടു. അത് കഴിഞ്ഞ് ഒരു വർഷമായിട്ട് കാത്തിരിക്കുകയാണ് പൊങ്കാല ഇടാനായിട്ട്. അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഇതൊക്കെ ഈ ഒരു പെട്ടിയിൽ കൊള്ളുന്ന സാധനങ്ങളുണ്ട്. രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവും. നാളെ പോകും. മറ്റന്നാളാണല്ലോ പൊങ്കാല. മറ്റന്നാളാണ് പൊങ്കാല. അപ്പോൾ നാളെ പോയി നാളെ അവിടെ അനുവിനെ പിന്നെ അവിടെ നാളെ പോയി നാളെ അവിടെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്ത് പൊങ്കാലയൊക്കെ ഇട്ട് ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് നെക്സ്റ്റ് ഡേ ആയിരിക്കും വരിക. നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒന്നും കൂടി ഇത് പാക്ക് ചെയ്തു. ഞാൻ വെച്ചു. ഇതിന് പാക്ക് ചെയ്യാനൊന്നും ഇല്ല. ഇത് പാക്ക് ചെയ്തു ഓൾറെഡി. ഇനി ഇത് പാക്ക് ചെയ്യണം. പാക്ക് ചെയ്തിട്ടേ എടുത്തില്ല. പാക്കിങ് കഴിഞ്ഞു. അറിയാൻ പറ്റും ഫ്രെയിം ആണെന്ന് അറിയാൻ പറ്റും. പക്ഷേ ഈ ഫ്രെയിം എന്ത് ഫ്രെയിമാണ് ഏത് ഫോട്ടോ ആണെന്ന് അറിയാൻ പറ്റില്ലല്ലോ. ഫോട്ടോ കാണുമ്പോൾ ഞെട്ടുമായിരിക്കും അല്ലേ? ഞെട്ടോ. രാവിലെ പോകും, വെളുപ്പിന് പോകും. അപ്പോൾ രാവിലെ എല്ലാം കൂടി പൊക്കിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് ഇപ്പം തന്നെ നമുക്ക് വണ്ടിയിലൊക്കെ കൊണ്ടുപോയി എല്ലാം സെറ്റാക്കാം. രാവിലെ ഇറങ്ങിട്ടോ. 4 മണി കഴിഞ്ഞപ്പോഴേക്കും ഇറങ്ങി. നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ച് കാരണം ഉറങ്ങിപ്പോയി. ദ ഗൈസ് കണ്ടോ, അനീഷും അനുമോളും രാജകുമാരിയുടെ ഇനോഗ്രേഷൻ അവർ രണ്ടാളും കൂടിയല്ല ചെയ്തതാ. അതിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ കറക്റ്റ് നമുക്ക് ബ്ലോക്ക് കിട്ടി. നമ്മൾ ഏതാണ്ട് സ്ഥലത്തെത്തി. ഇവിടെ നിന്നേ തുടങ്ങുകയാണ് ബ്ലോക്ക്. ഇനി 55 മിനിറ്റ് ഉണ്ട്. ഒരു 9:30 കഴിയുമ്പോഴേക്കും നമ്മൾ എത്തും. എന്നിട്ട് വേണം റൂമൊക്കെ ബുക്ക് ചെയ്യാൻ. ഇതാ രണ്ടാളും നിൽക്കുന്നു. രാജകുമാരിയുടെ ഫ്രണ്ടിൽ വലിയ ബോർഡ്. എന്താ ബ്ലോക്ക് നോക്ക്. നാളത്തെ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള സ്ഥലമൊക്കെ പിടിച്ച് വെച്ചേക്കണം. നോക്കിയേ എല്ലാവരും. ബോർഡ് കാണുമ്പോൾ എനിക്ക് ശരി തന്നെ.
ജൂൺ 1 എല്ലാം റെഡി ചെയ്ത് ദി ഹോഴ്സ് വാക്ക്, കുതിരകളുടെ പുറത്ത് ചേട്ടന്മാർ. റൂം എത്തി ഗൈസ്. അവിടെ റൂമില്ല ഗൈസ്, നമ്മൾ ചമ്മിപ്പോയി. നമുക്കിനി അടുത്തടുത്ത് പോകാം. ഇതുകൊണ്ടാണ് നേരത്തെ റൂം ബുക്ക് ചെയ്ത് വരണമെന്ന് പറയുന്നത്. അങ്ങനെ അവസാനം നമുക്ക് റൂം കിട്ടി. മൽക്കടി വ്യൂ നോക്കട്ടെ. ഇടവേളകൾ ആനന്ദകരമാണ്. ആമിക്കുട്ടി ഫുഡ് വന്നു. ലഞ്ചിന് ഞങ്ങൾ ചപ്പാത്തിയും പനീറുമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. റൂമിൽ തന്നെ കൊണ്ടുവരികയാണ് ചെയ്തത്. ഫുഡൊക്കെ കഴിച്ച് നല്ല ഉറക്കമൊക്കെ ഉറങ്ങി. അത് കഴിഞ്ഞതാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നമ്മൾ ഓട്ടോനാട്ടോ പോകുന്നത്. നമുക്ക് ഇനി വണ്ടി എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നല്ല ബ്ലോക്കായിരിക്കും. നമുക്ക് കറക്റ്റ് സമയത്ത് പോയിട്ട് വരാനൊന്നും പറ്റില്ല. തിരക്ക് കണ്ടില്ല. ഇപ്പോഴേ ഓരോരുത്തരുടെ സ്ഥലമൊക്കെ പിടിച്ച് വെക്കുകയാണ്. നമ്മൾ വരുമ്പോൾ കണ്ട സ്ഥലമാണ് കേട്ടോ. വരുമ്പോഴൊക്കെ എന്ത് കാര്യമായിരുന്നു. ഇപ്പോൾ നോക്ക്, വൈകുന്നേരം ആയപ്പോഴേക്കും ബ്ലോക്ക്, ആൾക്കാരൊക്കെ നിറഞ്ഞു. കല്ലുകൊണ്ടൊക്കെ വെച്ച് കലമൊക്കെ വെച്ച് എല്ലാവരും നിൽക്കുകയാണ്. അവിടെ തന്നെ കുറേ പേര് ഇരിക്കും തോന്നുന്നു. ഇനിയിപ്പോൾ ബ്ലോക്ക് കണ്ടില്ലേ. ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ നമ്മുടെ സ്വന്തം വണ്ടി എടുത്തിട്ട് ഇറങ്ങുന്നത് കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഓട്ടോ പിടിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഓട്ടോ ഒക്കെ ആണെങ്കിൽ 10 റേറ്റാണ്. പക്ഷെ നമുക്ക് പോയിട്ട് വരാമല്ലോ. ഞങ്ങൾ അമ്പലത്തിൻ്റെ സൈഡാണ് പോയത്. അമ്പലത്തിൻ്റെ സൈഡ് കണ്ടോ എന്താ തിരക്ക്. ഇതാ നല്ല ക്യൂ ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. നമ്മളൊന്നും കൊണ്ടുവരേണ്ട വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ മേടിക്കണം. ഞാൻ 3 കലമാണ് വെക്കുന്നത്. കഴിഞ്ഞ തവണ പൊങ്കാലിടാൻ വന്നപ്പോൾ ഞാൻ ദേവിയെടുത്ത് പറഞ്ഞതാണ് അടുത്ത തവണ 3 കല ഞാൻ വെക്കുമെന്നുള്ളത്. അപ്പോൾ ഇത് 3 കലം ഞാൻ ഒറ്റയ്ക്ക് ഇതെങ്ങനെ 3 കലം വയ്ക്കും എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഹെൽപ്പിന് താഴെയൊക്കെ ഉണ്ടല്ലോ. കലം ഒക്കെ നോക്കുകയാണ്. നോക്കിയിട്ട് ഞങ്ങൾ 3 വാങ്ങി. പിന്നെ ഇനി വേണ്ടത് നമുക്ക് സാധനങ്ങളാണ്. അപ്പോൾ ഒരു ശർക്കര പായസവും, അതായത് കടും പായസം ശർക്കര പൊങ്കലും, മറ്റത് 2 വെള്ളപ്പായസമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വാടലൊക്കെ വേണം. അപ്പോൾ വാടല പിന്നെ ഞാൻ ഗണപതിക്ക് ഒരുക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞാണ് ചെയ്തായിരുന്നു. അപ്പോൾ ഗണപതിക്ക് ഒരുക്കാനുള്ള സാധനങ്ങളും പൊങ്കാലവയ്ക്കുള്ളതും എല്ലാം വാങ്ങി നോക്കിയും കണ്ട് മേടിക്കണം. കാരണം പല ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കലത്തിന് വേണ്ടിയിട്ടുള്ളത് നമുക്ക് മേടിക്കാം. ചെറിയ കലം ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നെയ്യും എല്ലാ സാധനവും ഞാൻ ഇവിടെ നിന്ന് കേട്ടോ വാങ്ങിക്കും. ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. എല്ലാം നോക്കിയും കണ്ടും വാങ്ങിച്ചു. തിരിച്ചതാ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. നമ്മൾ സ്ഥലമൊക്കെ പോയി നോക്കി എല്ലാം സെറ്റാക്കി റൂമിൽ വന്നു. വൈകുന്നേരം അമ്പലത്തിൽ പോയി വന്ന ശേഷം അനുവായിട്ട് മീറ്റ് ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ അനുവിൻ്റെ വീട്ടിലാണെങ്കിലും കുറേ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഞാൻ കരുതിയത് നാളെ മീറ്റ് ചെയ്യാം, പൊങ്കാല കഴിഞ്ഞിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം എന്നാണ്. ഇപ്പോൾ മെസ്സേജ് അയച്ചേക്കണു, അനു ഓൺ ദ വേ ആണ്, വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ താമസിക്കുന്നത് ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു, നമ്മുടെ റൂമിലേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കിടന്നുറങ്ങാൻ പോവായിരുന്നു. ഞാൻ ജസ്റ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. കിടക്കണേക്ക് മുമ്പ് പെട്ടെന്ന് ഞാൻ ഫോൺ നോക്കിയപ്പോൾ അതിനകത്ത് മെസ്സേജ് വന്നിരിക്കുന്നു. ഞാൻ വേഗം റെഡി ആയിട്ട് അനു ഇപ്പോൾ എത്തും തോന്നുന്നു. ഇപ്പം തന്നെ എത്തും. വേഗം ഞാൻ റെഡി ആവട്ടെ കേട്ടോ. അനു വന്നപ്പോൾ ഉള്ള വീഡിയോ ഉണ്ടല്ലോ, അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. വന്നു കഴിഞ്ഞപ്പോൾ അനുവിനെ ഫസ്റ്റ് കാണുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ വേഗം പോയിട്ട് ഡോർ ഓപ്പൺ ആക്കി. ആ സമയത്ത് വീഡിയോ എടുക്കാനൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല, എടുത്തില്ല. പിന്നെ ആൾ വന്നു, കുറച്ചത് സംസാരിച്ച്. അത് കഴിയുമ്പോൾ അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുത്തു. പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. ഒരു 11-11:30 വരെയൊക്കെ സംസാരിച്ചു കേട്ടോ. കുറേ നേരം കഴിഞ്ഞിട്ട് അനു ഒരു 8 മണി 8:30 കഴിഞ്ഞപ്പോഴേക്കും എത്തിയായിരുന്നു. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. നമ്മളെ കാണാൻ വേണ്ടിട്ട് വന്നു കേട്ടോ. നാളെ പൊങ്കാലയ്ക്ക് വീഡിയോ എടുക്കുന്നില്ല. വീഡിയോ എടുക്കണോ?
ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അടിപൊളി നോക്കേടാ, സൂപ്പർ അല്ലേ? അടിപൊളി. ഇഷ്ടപ്പെട്ടല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫാൻ പേജ് ആണോ? അതിലിങ്ങനെ ഉണ്ടായിരുന്നോ? ഭയങ്കര രസമുണ്ട്. അത് ഞാൻ എനിക്ക് അറിയില്ല. നാളെ ആറ്റുവൽ പൊങ്കാലയാണ്. അപ്പൊ നാളെ പൊങ്കാല അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ എടുത്ത വീഡിയോ പിക്ക് DP വാട്സാപ്പിലെ DP തന്നെ കണ്ണ് പൊക്കുന്നു തോന്നുന്ന. പക്ഷെ അടിപൊളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് എന്തോ ഞാൻ വെച്ചു എന്റെ ഫോട്ടോ മാത്രം ബിഗ് ബോസില് ലാലേട്ടനായിട്ടുള്ളതാണോ ഇനി അതെല്ലാരും കൊടുക്കാറുണ്ടല്ലോ. അതെ, ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അടിപൊളി അടിപൊളി. അത് വീഡിയോ കാണുമ്പോ അറിയാൻ പറ്റുമല്ലോ, കൊറേ നെറ്റിയില് പൊട്ട് കാറ്റം വരുന്ന. ഞാനും ഇടാറുണ്ട് അങ്ങനെ. അത് മാത്രല്ല, നമ്മളിപ്പോ അമ്പലത്തിൽ എന്ത് കണ്ടാലും നമ്മൾ വാരി വാരി ഇടുന്നില്ല. എല്ലാം ഭംഗി നോക്കത്തില്ല ഞാൻ. നമുക്ക് കിട്ടിയ ഭസ്മാണെങ്കിലും മഞ്ഞളാണെങ്കിലും ചന്ദനാണെങ്കിലും കരിയാണെങ്കിലും എല്ലാം ഗണപതി ഹോമം കഴിഞ്ഞിട്ട് കരി ഉണ്ടാകും, ചാട്ടാരിക്കരമ്മയുടെ കുങ്കുമം ഉണ്ടാകും, പിന്നെ മുണ്ടാമ്പികമ്മയുടെ കുങ്കുമം ഉണ്ടാവും, പിന്നെ മൂകാംബിന്റെ വീരഭദ്രന്റെ ഭസ്മം ഉണ്ടാവും, ഗണപതി അമ്പലത്തിലെ ചന്ദനം ഉണ്ടാവും, ഗുരുവായൂരപ്പന്റെ ചന്ദനം ഉണ്ടാവും. ഇത് ഫുള്ള് നെറ്റി തൊട്ടായിട്ട് എനിക്ക് സമാധാനമാവും. എന്നോട് ചോദിക്കുന്നത് വെച്ചാലുണ്ടല്ലോ, രാവിലെ കുളിച്ച് ചമ്മലൊക്കെ തൊട്ടിട്ട് കുറ്റം പറയാൻ വന്നിരിക്കുന്നു. ഒരുപാട് ഇഷ്ടമായി. ഞാൻ കുക്ക് ചെയ്തോണ്ടിരിക്കുന്നു. വീട്ടില് ഗസ്റ്റ് ഉണ്ട്. ഞാൻ ഇത് അതപ്പോ എങ്ങനെ ചെയ്യണ്ടേ? ഇത് അതിന്റെ കൂടെ പേരെന്തെങ്കിലും ഉണ്ടോ ഇതിനൊക്കെ? ഇത് സോഡ ലൈറ്റ്, ഇത് ഗ്രീൻ ഓറഞ്ച്, ഇത് അമത്തീസ്, ഇത് സിട്രി. അപ്പൊ ഈ ഷോപ്പിലൊക്കെ കാണുന്ന ഇതെല്ലാം ഓരോ പേരുണ്ടോ? അങ്ങനെയാണോ? ഓരോ പേര് ഓരോ ബെനിഫിറ്റ്. ഞാൻ നെഗറ്റീവ് ഉണ്ടോ കണ്ടറിയാൻ പറ്റുമോ ചേട്ടാ? അതറിയാൻ പറ്റും. അപ്പൊ എനിക്കൊന്ന് ഞാൻ അയച്ചു ഉള്ളതെല്ലാം അയച്ചത് എനിക്കൊന്ന് പറഞ്ഞാ. ഞാൻ ദുബായിന്ന് വാങ്ങിച്ചത് കൊണ്ട് മാളിന് മോളില് പോയിപ്പോ മേടിച്ചിട്ടുണ്ടായിരുന്നു, ലുലു മോളില്. അപ്പൊ അതുകൊണ്ട് അത് നോക്കിയിടണം. ശരിക്കും ഞാൻ ചേട്ടൻ ചോദിക്കുക ചേട്ടനെ എടുത്തിട്ടുണ്ടേന്ന്. ഞാൻ എപ്പോഴും നടന്നതാ. വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല. ഞാൻ ഒരുപാട് പേരിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെന്നാ മേടിക്കുന്നേ, നിങ്ങളുടെ പേജിൽ ഞാൻ ഷെയർ ചെയ്യാം. എല്ലാ കളറും ഉണ്ടല്ലേ? ഇതെല്ലാം ഉണ്ട്. ഞാൻ നോക്കിയപ്പോ ഉണ്ടല്ലോ, അനു കഴിഞ്ഞ സംഭവത്തിൽ പോലെ സ്റ്റോറി ഉണ്ടായിരുന്നു. ബൈ. എവിടെ? കൊച്ചിയിലാണോ? എവിടെയാണ്? അവിടെയാണോ? നമ്മുടെ റോയ്സാറിന്റെ ആണോ? ഇരിക്കുന്നേട്ടാ. ഓക്കെ ബൈ. ആണെങ്കിലേ അതാണ് അത് പ്രശ്നം. നാളെ വരും എല്ലാരും കൂടി. ഇന്നലെ ചോദിച്ചു എവിടെയാണ് ചോദിച്ചു ചോദിക്കുന്നുള്ളൂ. ഹലോ ഗൈസ്, അനുമോള് വന്നിട്ട് പോയി. അയ്യോ എന്തൊരു പാവോന്നറിയോ. കുറേ നേരം സംസാരിച്ചിട്ട് ഒരു 8 മണി 8:30 ആയപ്പോഴേക്കും അനു എത്തി. ഇപ്പം ഇറങ്ങിയുള്ളൂ. ഇപ്പോൾ ഒരു 11 മണി കഴിഞ്ഞു. ഇപ്പോഴാണ് കേട്ടോ ആള് പോയത്. കുറേ നേരം സംസാരിച്ചു. നല്ല രസമാണ് അവളോട് സംസാരിക്കണ കേൾക്കാൻ. നമ്മൾ ബിഗ് ബോസിൽ കണ്ടില്ലേ, ആ സെയിം ആള്. എന്ത് പ്യുവർ ആണെന്ന് അറിയോ ആള്.
ഭയങ്കര കുറേ നേരം സംസാരിച്ചു, കുറേ വർഷങ്ങളായിട്ട് പരിചയമുള്ള പോലെയാണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇന്ന് ഞാൻ അനുവിനെ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നാണ് അനുമോളെ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നിങ്ങൾ പറയുന്ന പോലെ എനിക്കിതിന് മുമ്പൊന്നും അനുമോളെ പരിചയമൊന്നുമില്ല. വീഡിയോ കണ്ടിട്ട് അങ്ങനെ കണക്ഷൻ വന്നു. ദാ ഇപ്പോൾ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ആദ്യമായിട്ട് കാണുന്ന ആളെ പോലെയല്ല, എന്നെ വർഷങ്ങളായിട്ട് കണ്ട് പരിചയമുള്ള പോലെയാണ് കേട്ടോ എന്നെ സംസാരിക്കുന്നത്. എന്തൊരു സ്നേഹ, ഭയങ്കര സ്നേഹം. എനിക്കിപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നത് പോലെയല്ല കേട്ടോ. ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങോട്ട് കൂടിയ ആളോട്. എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു തവണ കണ്ടാലുണ്ടല്ലോ ഒരിക്കലും ഒരാളും മറക്കൂല. ഭയങ്കര ഇഷ്ടം തോന്നുന്നു. എന്ത് രസമായിട്ടാണ് സംസാരിക്കുന്നത്. കുറേ നേരം സംസാരിച്ചു. ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങൾ കണ്ട് പരിചയമുള്ള പോലെയാണ് കേട്ടോ ആളുടെ സംസാരമൊക്കെ. എന്തായാലും അനുമോള് പോയി, അനുവിൻ്റെ ബ്രദറും കൂടെ ഉണ്ടായിരുന്നു കൂടെ. രണ്ടാളും കൂടെയാണ് വന്നത്. കുറേ നേരം സംസാരിച്ചു. പക്ഷേ സമയം പെട്ടെന്ന് പോയ പോലെ തോന്നി. ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടും അവിടെ ഇരുന്നു കുറേ നേരം കത്തി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി നാളെ കാണാം. നാളെ പൊങ്കാലയാണ്. നാളെ കാണാമെന്നൊക്കെ പറഞ്ഞു. നാളെ തിരക്കിലായിരിക്കും. നാളെ പറ്റുമെങ്കിൽ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അറിയില്ല, എന്തായാലും തിരക്കല്ലേ. പിന്നെ നാളെ വൈകിട്ട് അനു എവിടെ പോകും, നാട്ടിൽ പോകും. അപ്പോൾ അതിന് തിരക്കിലൊക്കെ ആയിരിക്കും. നടക്കട്ടെ. വരുമ്പോൾ കൊച്ചിക്ക് വരുമ്പോൾ നമ്മുടെ ഫ്ലാറ്റിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൾ വരും, എന്തായാലും ഉറപ്പായിട്ട് വരും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മൾ കൊടുത്ത ഗിഫ്റ്റൊക്കെ, നമ്മൾ എടുത്ത ഗിഫ്റ്റൊക്കെ കൊടുത്തു. വളരെ ചെറിയൊരു ഗിഫ്റ്റാണ്, പക്ഷേ അതിനകത്ത് നമ്മുടെ ഒരുപാട് സ്നേഹവും കൂടി ഉണ്ട്. പക്ഷെ ആ സ്നേഹമൊക്കെ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഫോട്ടോ ഒക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം ഞാനിനി പോയി കിടന്നുറങ്ങട്ടെ. ഇനി നാളെ രാവിലെ എണീറ്റിട്ട് പൊങ്കാല ഇടാൻ പോകണം, പൊങ്കാലയ്ക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ പൊങ്കാലയുടെ അന്ന് രാവിലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ പൊങ്കാലയുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വൈകുന്നേരം വരാം കേട്ടോ. അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും